ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംനാസ് കിച്ചൻ മാജിക്. നമ്മൾക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന പപ്പായ കൊണ്ടുള്ള കുറുക്കുറയാണ് ഇന്നത്തെ റെസിപ്പി. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പായ കുറുക്കുറ റെഡിയാക്കി എടുക്കാം. ആദ്യമായിട്ട് പപ്പായ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ടൊന്ന് ഉലച്ച് കഴുകിയിട്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു 3 to 5 മിനിറ്റ്സ് വെള്ളം ഊറാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതൊരു തുണിയിലേക്ക് നിരത്തി കൊടുത്ത് ബാക്കിയുള്ള വെള്ളവും കൂടെ നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു തുണിയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം വെള്ളവും വാർന്ന് കിട്ടും. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 200 ഗ്രാം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഈ പൊടികൾ മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ചെറിയൊരു നനവ് ചിലപ്പോൾ ഈ പപ്പായയിലുണ്ടാവും, അതുകൊണ്ടാണ് വെള്ളം ചേർക്കാത്തത്. ഇനി പപ്പായ ശരിക്കും ഉണങ്ങിപ്പോയെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ അതിലേക്ക് പറ്റി പിടിച്ചിരിക്കണം. അതുമാത്രമല്ല, ഈ പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ വറുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് അരിഞ്ഞെടുക്കുമ്പോൾ തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ അത് മൊരിഞ്ഞ് വരത്തില്ല, അതിങ്ങനെ തളർന്ന് തന്നെ പോകും. അപ്പോൾ ഇത്രയെങ്കിലും ഒരു കനം ഉണ്ടായിരിക്കണം. ഞാനിത് വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തിളക്കുന്ന എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്ത് തന്നെയാണ് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഹൈയിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അത് കോരിയെടുക്കുന്ന സമയത്തും ഫ്ലെയിം ഹൈയിൽ വെക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ താഴ്വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചും തിരിച്ചും നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പപ്പായ കഴിക്കാത്ത കുട്ടികളെ നമുക്കിത് കഴിപ്പിക്കാൻ പറ്റും. മാത്രമല്ല, ഇത് പൊരിച്ച് വെച്ചാൽ പപ്പായ ആണെന്ന് ആർക്കും തന്നെ മനസ്സിലാകില്ല. അത്ര നല്ല ടേസ്റ്റായിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ പോലും നമ്മുടെ പറമ്പിലൊക്കെ പപ്പായ ഉണ്ടെങ്കിൽ വേഗം ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ചായക്ക് കടിയായിട്ടുമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ റെസിപ്പീസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ റെസിപ്പിയുമായി ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.